പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കപ്പിളാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫെർട്ടൈൽ പീരീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഈ ഫെർട്ടൈൽ പീരീഡ്? ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ള സമയത്തിനാണ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ലിമിറ്റഡ് ദിവസങ്ങളായിരിക്കും. ഇത് അവരുടെ ഓവുലേഷന് അടുപ്പിച്ചുള്ള ദിവസങ്ങളായിരിക്കും. സാധാരണ 28 ദിവസം സൈക്കിൾ പീരീഡ് ഉള്ള ഒരാൾക്ക് 14ാമത്തെ ദിവസം, പീരീഡിന്റെ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുക. പക്ഷെ ഇത് കുറച്ച് 1-2 ദിവസം മുമ്പോട്ടോ 1-2 ദിവസം പുറകിലോട്ടോ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ 5 ദിവസം മുമ്പ് തൊട്ടും 2 ദിവസം ശേഷവും ഉള്ള ടോട്ടൽ 7 ദിവസമാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 28 ഡേയ്സ് സൈക്കിൾ ഉള്ള ആൾക്കാണെങ്കിൽ പീരീഡ് ആയി 10th ഡേ തൊട്ട് ഒരു 16 to 17 ഡേയ്സ് വരെ ആയിരിക്കും പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ള. ഈ ദിവസങ്ങളിൽ തന്നെ ഇന്റർകോഴ്സ് മെയിൻറ്റെയിൻ ചെയ്താലാണ് പ്രഗ്നൻസി ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാൻ വന്ന് വജാനൽ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട്, വജാനൽ ഡിസ്ചാർജ് നേച്ചർ മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ ഫെർട്ടൈൽ പീരീഡിലുള്ള വജാനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു കൺസിസ്റ്റൻസി മുട്ടയുടെ വെള്ളയുടെ കൺസിസ്റ്റൻസി പോലെ ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഓവുലേഷന് കുറച്ച് മുമ്പുള്ള ദിവസങ്ങളും ഇമ്മീഡിയറ്റ് ഓവുലേഷൻ നടക്കുന്ന ദിവസവും ഇങ്ങനെ ആയിരിക്കും. ഈ സമയത്ത് കോൺടാക്ട് ചെയ്താലാണ് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതൽ. രണ്ടാമത് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസ്ചാർജിന്റെ നേച്ചർ വളരെ കട്ടിയുള്ള ഒരു പശ പോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ട് മാറിയിരിക്കും ഓവുലേഷൻ കഴിഞ്ഞാൽ. മൂന്നാമതൊരു ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിവസവും നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഓവുലേഷൻ ദിവസം ഒരു 0.5 ഡിഗ്രി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതിനൊരു ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓവുലേഷൻ പീരീഡ് നമ്മൾ ക്രോസ് ചെയ്യുന്നതാണ്. അവസാനമായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഓവുലേഷൻ കിറ്റ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ യൂറിൻ ഒഴിച്ചാണ്, കാർഡിലേക്ക് യൂറിൻ ഡ്രോപ്സ് ഒഴിച്ചാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓവുലേഷൻ കിറ്റില് നമ്മൾ മാർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ LH എന്ന ഹോർമോണിന്റെ പീക്കാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് അതിൽ കിറ്റിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഓവുലേഷൻ നടക്കുന്നതാണ് യൂഷ്വലി ആയിട്ട്. സോ അപ്പൊ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 24 hours നിങ്ങൾ ഇന്റർകോഴ്സ് ചെയ്ത പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ടതാണ്. ഈ ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് 6 months to 1 year ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.